ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശുദ്ധ കുർബാന വിമോചന ശുശ്രൂഷയുടെ 22ാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനയോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഈ ഒരു ശുശ്രൂഷയിൽ കാണിക്കുന്ന താല്പര്യത്തിനും ശ്രദ്ധയ്ക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നന്നായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഞങ്ങളെയും ഓർക്കണം. ഈ ദിവസങ്ങളിലെല്ലാം ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി കൂടി കാഴ്ചവെക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നലെ കണ്ട ചിന്തകളുടെ തുടർച്ചയായി ദേവാലയവുമായി ബന്ധപ്പെട്ട അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരാശയം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും പറയുന്ന ഓരോ ചിന്തകളും പരിശുദ്ധ കുർബാനയുമായി ആഴത്തിൽ ബന്ധപ്പെടാൻ, കണക്റ്റഡ് ആവാൻ നമ്മളെ സഹായിക്കുന്ന വിധത്തിലാണ് അത് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോ ആശയം പറയുമ്പോഴും അതെങ്ങനെയാണ് എനിക്ക് ബാധകമാവുന്നത് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം, അതിനെ ധ്യാനിക്കണം. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങളത് പ്രാർത്ഥനാപൂർവ്വം കേൾക്കുകയാണെങ്കിൽ ദൈവം അതിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ദേവാലയവുമായി ബന്ധപ്പെട്ട എനിക്ക് ബൈബിളിൽ നിന്ന് ഒരു വെളിപാട് പോലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാനിന്ന് പങ്കുവെച്ച് തരാൻ ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മൾ ഒത്തിരി പരിശുദ്ധമായിട്ട് ഇടുന്ന സ്ഥലങ്ങളൊക്കെ മലിനമാക്കാൻ പിശാച് ശ്രമിക്കുന്ന പിശാചിൻ്റെ പരിശ്രമങ്ങൾ. എനിക്ക് വലിയ ഒരു അസ്വസ്ഥതയും വേദനയും പലപ്പോഴും വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ തോന്നുന്ന ഒരു മേഖലയാണ്. അതായത് നമ്മൾ ഒരുപാട് നല്ല വിശുദ്ധമായിട്ടും അനുഗ്രഹമായിട്ടും ഒക്കെ ഇടാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളെ സാത്താൻ അശുദ്ധമാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ സമയക്കുറവ് കൊണ്ട് അനുഭവങ്ങൾ പറയുന്നില്ല. ഒത്തിരി പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ചൊക്കെ ഇടുന്ന സ്ഥലങ്ങളെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഒറ്റ രാത്രി കൊണ്ട് പിശാച് മലിനമാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ വളരെ വേദനയോടെ കണ്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൽ ഒരു വിശുദ്ധ സ്ഥലം മലിനമാകുന്നത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്: എങ്ങനെയാണ് ഒരു വിശുദ്ധ സ്ഥലം മലിനമാകുന്നത്, ഒരു വിശുദ്ധ സ്ഥലം അശുദ്ധമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ വിശുദ്ധ സ്ഥലം അശുദ്ധമാകുന്നതിന് കാരണമായി മാറുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ ഒത്തിരി നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് അത് സഹായമായിട്ട് മാറും. അപ്പോൾ ഡെസക്രേഷൻ നടക്കുന്നത് എങ്ങനെ? അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എനിക്ക് മനസ്സിലായതനുസരിച്ച് അത് തുടങ്ങുന്നത് ഒരു പാപത്തിലാണ്. ആ പാപമാണ്, നിങ്ങളാരും പ്രതീക്ഷിക്കത്തില്ല ആ പാപം എന്താണെന്ന്. ആ പാപമാണ് പിറുപിറുപ്പ്. പിറുപിറുപ്പ്, കുറ്റം പറച്ചിൽ, ആവലാതി. ഇങ്ങനെയാണ് ഒരു വിശുദ്ധ സ്ഥലത്തിൻ്റെ നാശം ആരംഭിക്കുന്നത്. അത് നമുക്ക് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം മുതലാണ് കാണുന്നത്. അപ്പോൾ സ്റ്റേജ് 1 ഡെസക്രേഷൻ്റെ, ഒരു വിശുദ്ധ സ്ഥലം അശുദ്ധമാകുന്നതിൻ്റെ സ്റ്റേജ് 1, അതിന് ബൈബിളിലെ ഭാഗമാണ് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. കർത്താവിന് ഇഷ്ടപ്പെടാത്ത വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. അതായത് ജനം പാളയമടിച്ചിരുന്ന, സമാഗമ കൂടാരം സ്ഥിതി ചെയ്തിരുന്ന ആ സ്ഥലം, അതിൻ്റെ കുറേ ഭാഗങ്ങൾ കത്തി നശിച്ചു. അതാണ് തുടക്കം. അതിൻ്റെ കാരണം പിറുപിറുപ്പ്, കുറ്റം പറച്ചിൽ, ആവലാതി, പരാതി പറച്ചിൽ. കൂട്ടം കൂടിയിരുന്ന് കുറ്റം പറയുക, മറ്റുള്ളവരെ വിധിക്കുക, പരാതി പറയുക, ദൈവം തന്ന നന്മകൾ കാണാതിരിക്കുക. ഇവിടെയാണ് അതിൻ്റെ പിശാച് ഡോറ് തുറന്ന് കയറുന്നത്. അവിടാണ്. അപ്പോൾ ഇതാണ്, സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് പോവാണ്. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്, പിറുപിറുപ്പ്, കുറ്റം പറച്ചിൽ. അപ്പോൾ അവിടെ പാളയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് ഒരു തിന്മ വരാൻ തുടങ്ങി. ഇനി ഇത് കഴിയുമ്പോൾ സംഖ്യയുടെ പുസ്തകം 12 സ്റ്റേജ് 2 നമ്മൾ കാണുക. 2ാമത്തെ സ്റ്റേജ്, മോശയുടെ സഹോദരിയായ മെറിയാമും മോശയുടെ ചേട്ടനായ അഹറോനും ഒരുമിച്ച് ചേർന്ന് മോശയുടെ ഭാര്യയായ സിപ്പോറയെ കുറ്റം പറഞ്ഞുകൊണ്ട്
മോശയ്ക്കെതിരെ കലഹിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ കണ്ടോ, ജനം തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ പാളയത്തിൻ്റെ വാതിക്കലിരുന്ന് പെറുവിറുത്തു. ഇപ്പോൾ അത് പാളയത്തിൻ്റെ അകത്താണ്. പാളയത്തിൻ്റെ അകത്ത് ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ലീഡേഴ്സിൻ്റെ വീടിനകത്ത് പെറുവിറുപ്പ്, കുറ്റം പറച്ചിൽ, ആവലാതി അവിടെ നടക്കുകയാണ്. അവിടെ നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ വായിക്കും, 12:9, കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു, അവിടുന്ന് അവരെ വിട്ടുപോയി. കണ്ടോ, ദൈവം അവരെ വിട്ടുപോയി. എന്തൊരു വേദനാജനകമായൊരു കാര്യമാണത്. കർത്താവ് ഇറങ്ങി വന്ന് നിൽക്കുന്ന ആ പാളയത്തിൽ നിന്ന് ദൈവം അവരെ വിട്ടുപോയി. എപ്പോഴാ? ഈ വീടിനകത്ത് ഈ വഴക്ക്, ഈ പിറുപിറുപ്പ്, ഈ കുറ്റം പറച്ചിൽ, ഈ മത്സരം അത് നടക്കുമ്പോൾ ആ 2-ാമത്തെ സ്റ്റേജ് അതാണ്. ഇനി അതിൻ്റെ 3-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ പുരോഹിതന്മാരുടെ കുടുംബത്തിൽപ്പെട്ട കുറേ ആളുകൾ അടുത്ത കലഹം, അവർ മോശയ്ക്കും അഹറോനും എതിരെ കലഹിച്ചു. കോറഹ്, ദാത്താം, അബീറാം. ഇവിടെ ആ കുടുംബങ്ങളിലെല്ലാം തിന്മയും അന്ധകാരം വരികയും പാളയത്തിൽ കർത്താവിൻ്റെ കോപത്തിൻ്റെ അഗ്നി ആളിക്കത്തുകയും ചെയ്യുന്നത് കാണുന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതാണ് എനിക്ക് മനസ്സിലായതനുസരിച്ച് ഇതിൻ്റെ 3-ാമത്തെ ഘട്ടം. തുടങ്ങിയത് എവിടാണ്? ഈ പാളയത്തിൻ്റെ വാതിക്കലും വെളിയിലുമൊക്കെ ഇരുന്ന ആളുകൾ പെറുപെറുപ്പ്, കുറ്റം പറച്ചിൽ തുടങ്ങി. 2-ാമത്തെ സ്റ്റേജ് ഈ വീടിനകത്ത് പെറുപെറുപ്പും മത്സരവും തുടങ്ങി. ഇപ്പം ഇതാ പുരോഹിതന്മാരെന്ന് ഞാൻ പറയുമ്പോൾ കണ്ടോ, അവർ ആരാധനാ സ്ഥലത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരുടെ ഇടയിൽ ഈ കലഹം, മാത്സര്യം അത് കുറെ കൂടി രൂക്ഷമായിട്ട് കടന്നു വരാൻ തുടങ്ങി. ഡെസക്രേഷൻ്റെ സ്റ്റേജസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ ആ പാളയം അശുദ്ധമായി മുന്നോട്ട് വരുമ്പോൾ ഭയാനകമായൊരു കാര്യം, 4-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സംഖ്യയുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ, ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട സാലു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകൻ സിമ്രി എന്ന് പറയുന്ന ആൾ ഒരു മിദിയാൻകാരി സ്ത്രീയെ, അവരൊരു മന്ത്രവാദിയാണ്, ആ മന്ത്രവാദി സ്ത്രീയെ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി പാളയത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഫിനഹാസ് എന്ന് പറയുന്ന പുരോഹിതൻ അവരെ വധിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇപ്പോൾ കണ്ടോ, കുറ്റം പറച്ചിൽ, അത് കഴിഞ്ഞ് കുടുംബത്തിനകത്ത് വീണ്ടും കുറ്റം പറച്ചിൽ, പിന്നെ പുരോഹിതന്മാർ തമ്മിൽ കലഹം. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സ്റ്റേജ് ഈ ദൈവം വസിക്കുന്ന പാളയത്തിനകത്തേക്ക് വ്യഭിചാരം കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതിനെ ആകസ്മികമായിട്ടോ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതായിട്ടോ നിങ്ങൾ കാണരുത്. ഞാൻ അത്രയും ജീവിതത്തിൽ നടന്നിട്ടുള്ള അനുഭവങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്, എനിക്കിത് മനസ്സിലായത്. അതായത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പാളയത്തിനകത്ത് പാപം നടക്കുകയാണ്, വ്യഭിചാരം നടക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്തെന്നറിയാമോ? ഇനി ഇത് ഒരു സാധാരണ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അൽമായനാണ്, അല്ലെങ്കിൽ സാധാരണ വിശ്വാസിയാണ് ഇത് ചെയ്തത്, ഈ സ്ത്രീയുമായിട്ട് പാളയത്തിനകത്ത് വന്ന് പാപം ചെയ്യുന്നത്. എന്നാൽ അടുത്ത സ്റ്റേജ് എന്തെന്നറിയാമോ? സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പുരോഹിതന്മാർ തന്നെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. അവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ ദേവാലയത്തിൽ കർത്താവിനുള്ള ബലി അർപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് പോർഷൻ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് അവർ വീട്ടിൽ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ അവർ ആർത്തിയുള്ളവരായിട്ട് മാറി. അത് മാത്രമല്ല അവർ ചെയ്തത് എന്തെന്നറിയാമോ? സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ വ്യഭിചാരം ചെയ്യാനും തുടങ്ങി. ആരാണ്? പുരോഹിതന്മാർ. പ്രിയപ്പെട്ടവരെ, സ്റ്റേജ് അങ്ങനെയാണ് തുടങ്ങിയത്. മുറ്റത്തിരുന്ന് കുറ്റം പറയുന്നവരിൽ തുടങ്ങി, വീടിനകത്ത് കുറ്റം പറയുന്നവരിൽ തുടങ്ങി, പിന്നെ അത് കഴിഞ്ഞിട്ട് പുരോഹിതന്മാർ മത്സരിക്കാൻ തുടങ്ങി, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ത്രീകളെയും കൊണ്ട് പാളയത്തിനകത്തേക്ക് വരാൻ തുടങ്ങി, പിന്നെ അത് കഴിഞ്ഞിട്ട് പുരോഹിതന്മാർ തന്നെ ആരാധനാ സ്ഥലത്ത് വ്യഭിചാരം ചെയ്യാൻ തുടങ്ങി. ഇത് കഴിയുമ്പോഴാണ് ഷീലോയിലെ ആരാധനാലയം തകർക്കപ്പെടുന്നത്. ഷീലോയിലെ ആരാധനാലയം ഫിലിസ്തീർ വന്ന് നശിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്.
ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. ഞാൻ മെസ്സേജ് അവസാനം പറയാം. ഇപ്പം ഈ ചരിത്രത്തിൽ നടന്ന മനസ്സിൽ വെച്ചിരിക്കുക. ഇനി ഇത് കഴിഞ്ഞ് സോളമൻ ദേവാലയം പണിത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നിയമഗ്രന്ഥത്തെ അവഗണിച്ചു, വിഗ്രഹാരാധന പെരുകി, തിന്മ പെരുകി, ദേവാലയത്തിനകത്ത് കച്ചവടം പെരുകി, പെറുപെറുപ്പ്, ആവലാതി, കുറ്റം പറച്ചിലെല്ലാം തുടർന്നു. ഒടുവിൽ പുരോഹിതന്മാരും വിശ്വാസികളും ദേവാലയം മലിനമാക്കി കഴിഞ്ഞപ്പോൾ ബാബിലോൺകാർ വന്ന് ആ ദേവാലയം തകർത്തു. ഇനി മൂന്നാമത് സെറുബ്ബാബേൽ പണിത ദേവാലയം, അവിടെയും എസ്രാ നെഹമ്യായുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ഇതുപോലെ തന്നെ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്തിയോക്കസ് എപ്പിഫാനസ് വന്ന് ഈ ദേവാലയം മലിനമാക്കി. അത് കഴിഞ്ഞ് യേശുവിൻ്റെ കാലം എത്തിയപ്പോൾ ഹെറോദേസ് പുതുക്കിപ്പണിഞ്ഞ ദേവാലയത്തിൽ കച്ചവടവും ഇതുപോലെ തന്നെ മാത്സര്യവും കലഹവും ഇതെല്ലാം പെരുകി കഴിഞ്ഞപ്പോൾ റോമാക്കാർ വന്ന് ദേവാലയം അശുദ്ധമാക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിൻ്റെ പൊരുളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. എന്താണ് ദേവാലയം ഡെസക്കറേറ്റഡ് ആവാനുള്ള കാരണം? പതുക്കെ ചെറിയ തിന്മകളിൽ തുടങ്ങി ഇത് വലിയ നാശത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏത് സ്ഥലവും, ദൈവം തിരഞ്ഞെടുത്ത ഏത് സ്ഥലവും മലിനമാകുന്നത് ഇങ്ങനെ പതുക്കെയാണ് ഈ പാപത്തിൻ്റെ പാമ്പ് എഴഞ്ഞ് പിന്നെ അത് പത്തി വിടർത്താൻ പോകുന്നത്. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണ്? 1, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ; 2, നമ്മുടെ വീട്ടിൽ; 3, നമ്മുടെ ഇടവക പള്ളിയിൽ; 4, നമ്മുടെ ദൈവശുശ്രൂഷ നടക്കുന്ന സ്ഥലങ്ങളിൽ, സെൻ്ററുകളിൽ, എല്ലായിടത്തും ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു തരികയാണ്. വെളിയിൽ നിന്നൊരാൾ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങളെ മലിനമാക്കാൻ ദൈവം അനുവദിക്കണമെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, പുറത്തുനിന്നൊരാൾ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കാൻ ദൈവം അനുവദിക്കണമെങ്കിൽ അതിനു മുമ്പ് ഇതിനകത്തുള്ളവർ ഇത് അശുദ്ധമാക്കിയെങ്കിൽ മാത്രമേ ദൈവം അനുവദിക്കൂ. അതായത് ദേവാലയത്തിൻ്റെ ഡെസക്കറേഷൻ തുടങ്ങുന്നത് വെളിയിലുള്ള അവിശ്വാസികളിൽ നിന്നല്ല, അകത്തുള്ള വിശ്വാസികളിൽ നിന്നാണ്. നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങൾ നമ്മൾ മലിനമാക്കാത്ത പക്ഷം വെളിയിൽ നിന്ന് ആരും വന്ന് മലിനമാക്കില്ല. നമ്മൾ മലിനമാക്കിയാൽ വെളിയിൽ നിന്നുള്ളവർ വരും, അവരത് നശിപ്പിക്കും. നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങൾ പാവനമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിനകത്തുള്ളവർ വിശുദ്ധരാവണം. നമ്മൾ അത് ശ്രദ്ധിക്കണം. അവിടെയുള്ള നമ്മൾ എത്രത്തോളം വളരെ ഗൗരവത്തോടെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണകൾ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒത്തിരി ഈ കാലഘട്ടങ്ങളിലുള്ള വലിയ ഒരു വേദനയാണ് നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ മലിനമാവുന്നു. അവിടെ വഴക്കുകൾ നടക്കുന്നു, അൾത്താരകൾ കയറി ബഹളം ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ദേവാലയങ്ങൾ വഴക്കിൻ്റെയും കലഹത്തിൻ്റെയും സ്ഥലങ്ങളായി മാറുന്നു. എല്ലാ സഭകളിലും വഴക്കുകൾ, കലഹങ്ങൾ പെരുകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു അപകട സൂചനയാണ്. ഈ മാത്സര്യവും കലഹങ്ങളും ഒടുവിൽ നമ്മളെ എന്നേക്കുമായി നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നതിനിടയാക്കും. ശത്രു വന്ന് നമ്മളെ നശിപ്പിക്കുന്നതിനിടെ, പിശാച് കൈവെക്കുന്നതിനിടയാക്കും. അതുകൊണ്ട് അത്തരം മേഖലകൾ നമ്മൾ അനുഭവിക്കണം. നമ്മൾ ബഹുമാനത്തോടെ പെരുമാറേണ്ട സ്ഥലങ്ങളിൽ ഭയഭക്തി ബഹുമാനത്തോടെ ദൈവഭയത്തോടെ പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇന്നത്തെ ഒരു ചിന്തയായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠങ്ങളും വിശുദ്ധ സ്ഥലങ്ങളും എല്ലാം വളരെ വിശുദ്ധിയോടെ ഇടാൻ, അത് കാണാൻ, അങ്ങനെ നമ്മളതിനെ കരുതാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്നത്തെ നമ്മൾ പരിശീലിക്കേണ്ട ആ പുണ്യം എന്ന് പറയുന്നത് കേൾക്കാനുള്ള സന്മനസ്സ്, അതായത് വില്ലിങ്നെസ് ടു ലിസൺ. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ്. നമുക്ക് ഒത്തിരി പറയാനാണ് ഇഷ്ടം, പക്ഷേ മറ്റുള്ളവരെ കേൾക്കാൻ ലിസണിങ് കപ്പാസിറ്റി അത് നമുക്കുണ്ടാവണം. അത് ഒരു ദൈവ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. എന്താണ്? മറ്റുള്ളവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കുണ്ടാവാൻ, അത് ഉണ്ടായാലുള്ളൊരു ഗുണം, നമ്മൾ ദൈവത്തെയും കേൾക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ ദൈവം പറയുന്നതൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലാണെങ്കിലും മനുഷ്യരോട് നമ്മൾ ഇടപെടുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ശ്രവിക്കാനുള്ള ഒരു സന്നദ്ധത. അപ്പോൾ സംസാരിക്കുന്നതിൽ വചനം പറയുന്നുണ്ട്, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കേൾക്കുന്നവരിൽ, നിങ്ങൾ കേൾക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും താല്പര്യമുള്ളവരും ആയിരിക്കണം. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വെക്കാം.
അപ്പോൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം കുറച്ച് എന്താണ് പ്രകൃതി പറയുന്നത്, എന്താണ് ഈ ശാന്തത നമ്മളോട് പറയുന്നത്, എന്താണ് മറ്റുള്ളവർ പറയുന്നത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്താം. നമുക്ക് കർത്താവിനോട് നമ്മൾ നടത്തേണ്ട പ്രാർത്ഥന ഇതാണ്. സോളമൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന: ദൈവമേ, ശ്രവിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഗിവ് മീ എ ലിസണിങ് ഹാർട്ട്. കർത്താവെ, ശ്രവിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ടാസ്ക് എന്താണ്? പറയാൻ വെമ്പൽ വരുമ്പോഴെല്ലാം അതിനെ നടക്കുക. അതാണ് ടാസ്ക്. അത് പറയാൻ, അത് 10 പ്രാവശ്യം ആലോചിച്ചിട്ടേ ഒരു കാര്യം പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കാവൂ. പെട്ടെന്ന് ഒരു കാര്യം പറയാൻ തോന്നുമ്പോൾ അത് പറയണ്ടെന്നങ്ങ് വെക്കുക. അങ്ങനെ ആ സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരായിട്ട് മാറുക, കേൾക്കാൻ ശ്രദ്ധിക്കുക. അതൊരു ടാസ്ക്കായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അതിനാവശ്യമായ കൃപ പരിശുദ്ധാത്മാവ് തരികയും ചെയ്യും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരാധനയിൽ നമ്മൾ നമ്മുടെ വാക്കോ നമ്മുടെ സംസാരമോ നമ്മുടെ നിലപാടുകളോ പ്രവൃത്തികളോ പാപമോ മൂലം നമ്മുടെ കുടുംബങ്ങൾ, ദേവാലയങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങളൊക്കെ മലിനമാകുന്നതിന് ഇടയായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം. കർത്താവ് നമ്മളെ വിശുദ്ധ സ്ഥലങ്ങളുടെ പാവനതയും പവിത്രതയും കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമുക്കൊരിക്കൽ കൂടി ഏറ്റെടുക്കാം. തോട്ടം സൂക്ഷിക്കാനും തോട്ടം കാക്കാനുമാണ് ആദത്തെ ദൈവം ഏൽപ്പിച്ചത്. നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് തിരിച്ചറിയാൻ ഇന്ന് കൃപ തരണമേ എന്ന് അപേക്ഷിക്കാം. നല്ല ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും മൂലം വിശുദ്ധ സ്ഥലങ്ങൾ, ഞങ്ങളുടെ ഭവനം മുതൽ പലയിടങ്ങളും അശുദ്ധമാകുന്നതിന് ഇടയായിട്ടുണ്ട്. ഞങ്ങൾ ജീവിച്ച പരിസരങ്ങളിൽ ഞങ്ങൾ പാപം വിതച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ പാപത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വീടുകളെ വിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ ഇടവക ദേവാലയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മീയ സങ്കേതങ്ങളെ കൂടുതൽ കൂടുതൽ വിശുദ്ധിയിൽ നിലനിർത്തണമേ. ദൈവമേ, അതിനെ അശുദ്ധമാക്കാൻ പിശാചൊരുക്കുന്ന എല്ലാ കെണികളും തിരിച്ചറിയാനും നശിപ്പിച്ചു കളയാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണ് ആ മേഖലയിൽ അവിടുന്ന് തുറന്ന് തരണമേ. ഞങ്ങൾക്ക് വിശുദ്ധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വലിയ ഭാരമുണ്ടാവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എല്ലാ അശുദ്ധികളും തിന്മകളും ഞങ്ങളുടെ വിശുദ്ധ ഇടങ്ങളിൽ നിന്ന് അവിടുന്ന് നീക്കിക്കളയണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ഒരു പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. കാരുണ്യവാനായ കർത്താവ് ദിവ്യകാരുണ്യ ആശീർവാദത്തിലൂടെ നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പ്രാർത്ഥനാ ഇടങ്ങളെ, ആത്മീയ സങ്കേതങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ വീട് നിൽക്കുന്ന മണ്ണ്, വീട്ടിലെ മുറികൾ, ഉപകരണങ്ങൾ, ഉപയോഗവസ്തുക്കൾ, നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവിടേക്ക് ദൈവത്തിൻ്റെ പ്രകാശവും ശക്തിയും കടന്നു വരട്ടെ. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കുകളിലേക്കും കർത്താവിൻ്റെ ശക്തി ഒഴുകി എല്ലാ ഇടങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഇടമായി നിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങൾ മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.